നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം. ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് വിറ്റതെന്ന് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അറിയാമെന്ന പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവിന് നോട്ടീസ് അയച്ച് കടകംപള്ളി സുരേന്ദ്രൻ. പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നും ഇല്ലെങ്കിൽ 2 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നും കടകംപള്ളി സുരേന്ദ്രൻ നോട്ടീസിൽ അറിയിച്ചു. ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് വിറ്റുവെന്നും കടകംപള്ളിയോട് ചോദിച്ചാൽ ആർക്കാണ് വിറ്റതെന്ന് അറിയുമെന്നുമായിരുന്നു വി.ഡി. സതീശൻ ആരോപിച്ചത്. കോഴിക്കോട്. ചേവായൂരിൽ ഡോക്ടറുടെ വീട് കുത്തിത്തുറന്ന് 45 പവനോളം സ്വർണ്ണാഭരണങ്ങൾ കവർന്നയാൾ പിടിയിൽ. ബംഗാൾ സ്വദേശി താപസ് കുമാർ ആണ് പിടിയിലായത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അനസ്തേഷ്യ വിഭാഗം ഡോക്ടറായ ഗായത്രിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. സെപ്റ്റംബർ 28-നാണ് മോഷണം നടന്നത്. CCTV ദൃശ്യങ്ങൾ പ്രകാരം പുലർച്ചെ 1:55-ഓടെയാണ് മോഷ്ടാവ് വീട്ടിലേക്ക് പ്രവേശിച്ചത്. കോഴിക്കോട്. ശബരിമലയിലേത് ആസൂത്രിത സ്വർണ്ണ കവർച്ചയെന്നും CBI അന്വേഷിക്കണമെന്നും BJP നേതാവ് കെ. സുരേന്ദ്രൻ. ഒന്നും ഒളിച്ചു വെക്കാനില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദേവസ്വം വിജിലൻസ് കേസ് അന്വേഷിക്കുന്നതെന്നും കെ. സുരേന്ദ്രൻ ചോദിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വർണം ഒരു വീക്ക്നെസ് ആണ്, സ്വർണത്തിന് 1 ലക്ഷം രൂപ വില വരുമെന്ന് ഉപദേശകൻ പറഞ്ഞുകൊടുത്തു കാണും. സ്വർണ്ണക്കടത്തുകാരിൽ നിന്നും ഇവർ സ്വർണം തട്ടിപ്പറിക്കുന്നു. ഔറംഗസീബിനേക്കാൾ വലിയ കൊള്ളക്കാരനാണ് പിണറായി വിജയൻ. ശബരിമല സുപ്രീം കോടതി വിധിക്ക് പിന്നാലെയാണ് സ്വർണം തട്ടിയെടുത്തത്. ശബരിമല സംഘർഷ സാഹചര്യത്തിലാണ് തട്ടിപ്പ് നടന്നതെന്നും കെ. സുരേന്ദ്രൻ ആരോപിച്ചു. മാഹി. ന്യൂമാഹി ഇരട്ട കൊലപാതകത്തിൽ അപ്പീൽ പോകുമെന്ന് BJP. മേൽക്കോടതിയിൽ കേസ് അന്വേഷണത്തിലെ വീഴ്ച ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് അപ്പീൽ നൽകുമെന്ന് BJP കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു എളക്കുഴി റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേസിന്റെ അന്വേഷണത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും BJP ആരോപിച്ചു. കൃത്യമായി സ്ഥലം നിശ്ചയിച്ച് നടത്തിയ കൊലപാതകമാണ്. മാഹി അതിർത്തിയോട് ചേർന്ന് കേരളത്തിൽ നടന്ന കൊലപാതകം കൃത്യമായ ആസൂത്രിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. നന്ദി.